ഹലോ, ഞാനന്ന് പുറത്ത് പോകാൻ റെഡിയായി ഇറങ്ങിയതാണ്. അതിന് മുമ്പേ ഉള്ള എൻ്റെ പാർട്ടി ഷോ ആണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? കൊള്ളാമോ? അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കും ചിന്ത. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ അമ്പലം കണ്ടാൽ മനസ്സിലാക്കി കൂടെ ഞാൻ എവിടേക്ക് പോകണമെന്ന്. യെസ്, ഇതാണ് നമ്മുടെ തിരുവമ്പാടി അമ്പലം കേട്ടോ. അപ്പം ഞാൻ പോണത് എവിടേക്കാണ്? തേക്കിൻകാട് പൂരത്തലേന്ന് തേക്കിൻകാട് പോയിട്ടൊരു കറക്കുണ്ട്. എന്തുട്ടാ സ്റ്റൈല്, അമ്പമ്പോ പൊളിയാണ് പൊളി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ദാ വന്നേ ഇവന്മാരെ കാണാൻ വേണ്ടി മാത്രമാണ് പൂരത്തലേന്ന് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരാണ്. എൻ്റെ അവനോ ജാതി തിരക്കാർന്നു. ഇതാണ് നമ്മുടെ ഈ കുട്ടൻകുളങ്ങര അർജുനൻ. എന്താണ് സ്റ്റൈലില്ലേ, നിൽക്കണ്ട പാവം. എനിക്കിവരിങ്ങനെ കാണാനായിട്ട് ഇഷ്ടം. നെറ്റിപ്പട്ടൊന്നും കേട്ടിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂരത്തിന് ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഇവനെന്ന് തന്നെയല്ല കേട്ടോ, എല്ലാ ആനകളും എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടം. അങ്ങനെ ഞാൻ പോകുമ്പോൾ ദാണ്ടിടാ ലൈറ്റ് കത്തണ ബലൂണ്, പിന്നെ മറ്റേ തലയിൽ വയ്ക്കണേ, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ 2 ഉണ്ട്, ഇനി മേടിച്ച് തരൂലെന്ന്. ആ വിഷമത്തിന് ഞാൻ പോയിട്ട് ഈ കമ്മൽ വിൽക്കണ ചേട്ടൻ്റെ അടുത്ത് പോയി അവിടെ നിന്നു. ഞാൻ പശ വെച്ച് ഓടിച്ചോണ്ട് ഞാൻ അവിടെ നിന്നു. ഞാൻ പോയില്ല പറഞ്ഞു. എനിക്ക് വേണം, എനിക്ക് ഭയങ്കര വാശി. പക്ഷെ എനിക്ക് പറഞ്ഞാൽ വാങ്ങി തന്നു കിട്ടാ പാവം. അങ്ങനെ അതൊക്കെ വാങ്ങി വടക്കുന്നാഥൻ്റെ മുന്നിലെത്തി. അപ്പം ഞാനവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ നേരമുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ആനക്കുട്ടൻ, അവൻ എന്തിനവിടെ വന്നു? അതാണ് കാര്യം. നമ്മുടെ വടക്കുന്നാഥനെ തൊഴാൻ വേണ്ടി വന്നേക്കാണ്. വടക്കുന്നാഥനെ തൊഴുതു കണ്ട. എന്നിട്ട് വേണം ഫിറ്റ്നസ് പരിശോധനയ്ക്ക് നമ്മുടെ മറ്റവന്മാരവിടെ നിൽക്കണ്ടല്ലോ അവിടേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ വടക്കുന്നാഥൻ അമ്പലം കേട്ടോ. വടക്കുന്നാഥനില്ലാതെ എന്താഘോഷം. വടക്കുന്നാഥൻ്റെ മുമ്പിലൊക്കെ വന്ന് ഇതേമാതിരി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് തന്നെയല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല. എല്ലാവർക്കും വടക്കുന്നാഥൻ്റെ മുമ്പിൽ വന്നിരുന്ന ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാറായി. രാത്രി 9 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണെങ്കിലും മുട്ടം ബ്ലോക്കാണ് കേട്ടോ. ഈ പന്തൽ പണി ഇതൊക്കെ ഉള്ള കാരണം നല്ല ബ്ലോക്കാണ്. പൂരത്തലേന്നാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയും വേണ്ട. അപ്പോൾ ഞാൻ ഈ പന്തലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് സ്റ്റൈലല്ല പന്തൽ കാണാൻ. ഇത് നമ്മുടെ തിരുവമ്പാടിയുടെ നായ്ക്കനാലുള്ള പന്തലുണ്ട് കേട്ടോ. സൂപ്പറാ. കുറേ നേരം കണ്ടങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ തോന്നും. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പൂരമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പോൾ ഹാപ്പി തൃശ്ശൂർ പൂരം കേട്ടോ എല്ലാവർക്കും.